ഇതുവരെ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്തു എന്നതിൽ നിന്ന് ഇനി ഇവിടെ അങ്ങോട്ടേക്ക് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യും എന്നുള്ളതിലേക്കാണ് നമുക്ക് നമ്മുടെ റാങ്കിനെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് റാങ്ക് തീരുമാനിക്കാം. അപ്പൊ ഇവിടെ അങ്ങോട്ടേക്കുള്ള ഡേയ്സ് നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മളത് നല്ലപോലെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ട ഒരു സ്ഥലം അന്വേഷിച്ച് നടക്കുന്നവരുണ്ടാവാം. അത്തരം കുട്ടികൾക്ക് നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞൊരു വർഷമായി നീറ്റിന് വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് 2024 നീറ്റ് എക്സാമിന് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം, നീറ്റ് റിപ്പീറ്റ് ചെയ്യാന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു എൻട്രൻസ് എക്സാമിന് റിപ്പീറ്റ് ചെയ്യാന്ന് പറയുന്നത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കഠിന പ്രയത്നമാണ് അല്ലെ. നമ്മള് +1 +2 പഠിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സ് വീണ്ടും നമ്മൾ ഒരുപാട് തവണയായിട്ട് നമ്മൾ വായിച്ച് ക്ലാസ്സുകൾ കേട്ട് കൃത്യമായ ഷെഡ്യൂൾ അനുസരിച്ചുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതിന്റെ കൂട്ടത്തിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഓരോ മൈന്യൂട്ട് പോയിന്റും NCERTയിലെ ഓരോ പോയിന്റുകളും നമ്മൾ ചികഞ്ഞെടുത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഇനിയുള്ള നാളുകൾ എന്ന് പറയുന്നത് നമ്മളുടെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാസങ്ങളാണ്. നമുക്കറിയാം, ഇനിയുള്ള ദിവസങ്ങൾ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 3 മാസങ്ങൾക്കപ്പുറം നമുക്ക് നീറ്റ് എക്സാം വരാൻ പോവാണ്. അപ്പോ ഇതുവരെ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്തു എന്നതിൽ നിന്ന് ഇനി ഇവിടെ അങ്ങോട്ടേക്ക് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യും എന്നുള്ളതിലേക്കാണ് നമുക്ക് നമ്മുടെ റാങ്കിനെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് റാങ്ക് തീരുമാനിക്കാം. അപ്പൊ ഇതില് ഒരുപാട് കുട്ടികൾ ഒരു പക്ഷേ പല വ്യത്യസ്ത രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. ചിലര് കംപ്ലീറ്റ് ആയിട്ട് ഒരു 1 ഇയർ ആയിട്ട് വീട്ടിൽ ഇരുന്നുകൊണ്ട് പ്രിപ്പയർ ചെയ്ത കുട്ടികളുണ്ടാവും. അതേപോലെ തന്നെ ഇത് കാണുന്ന കുട്ടികളിൽ ഒരുപാട് ആൾക്കാർ ഏതെങ്കിലും ഒരു സെന്ററിൽ കൃത്യമായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ പുറമെ ഇപ്പോ ടോപ്പിക് ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി വീട്ടിൽ ഇരുന്നുകൊണ്ട് റിവൈസ് ചെയ്യാം, അതേപോലെ തന്നെയുള്ള എക്സാംസ് പ്രാക്ടീസ് ചെയ്ത് നോക്കാം, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച കുട്ടികളുണ്ടാവും. അപ്പൊ ഇവിടെ അങ്ങോട്ടേക്കുള്ള ഡേയ്സ് നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മളത് നല്ലപോലെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ നീറ്റ് വീട്ടിൽ നിന്നുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ ഒരു പക്ഷേ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ട ഒരു സ്ഥലം അന്വേഷിച്ച് നടക്കുന്നവരുണ്ടാവാം. അത്തരം കുട്ടികൾക്ക് നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. വേറെ എങ്ങനെയല്ല, അതായത് ടാർഗറ്റിന്റെ നീറ്റ് ക്യാമ്പസ് ഉണ്ട്, വിശാലമായ നീറ്റ് ക്യാമ്പസ് ഉണ്ട്, ഗേൾസ് ഓൺലി ക്യാമ്പസ് ആണ്. ഈ ക്യാമ്പസിൽ ഗേൾസിന് നമുക്ക് എന്താ വെച്ചാൽ നിങ്ങൾക്ക് അവിടെ ഇരുന്ന് സ്ഥിരം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കാനുള്ള ഒരു സ്ഥലം നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ അലോട്ട് ചെയ്യാം. അത് മാത്രമല്ല, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽസ് ഉള്ള ലൈബ്രറി ഫെസിലിറ്റിയും കൂടി നിങ്ങൾക്ക് ആക്സസ് നിങ്ങൾക്ക് നൽകാം. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഇപ്പോൾ ടാർഗറ്റിൽ എക്സ്പെർട്ട് ഫാക്കൽറ്റികളുടെ റിവിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ റിവിഷന്റെ ഒരു ഷെഡ്യൂൾ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായ ടൈം ടേബിൾ അനുസരിച്ചുകൊണ്ടുള്ള ഒരു റിവിഷൻ ഉണ്ടാകും. ആ റിവിഷന് ശേഷം ലീവ് ഉണ്ടാവും. ആ ലീവിന് ശേഷം ആ റിവിഷൻ എടുത്തിട്ടുള്ള ചാപ്റ്റേഴ്സിന്റെ എക്സാംസ് ഉണ്ടാവും. പ്യോർ NCERTയെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള എക്സാംസ് ഉണ്ടാവും. ഈ രീതിയിലേക്കാണ് മൂവ് ചെയ്യുന്നുള്ളത്. ആ റിവിഷൻ ക്ലാസ്സിലും ഫ്രീ ആയിട്ട് നിങ്ങളെ നമ്മൾ ഇരുത്താം. ഒപ്പം നമ്മൾ എക്സാംസിനൊക്കെ ശേഷം അതിന്റെ ഇടയിലായിട്ട് നീറ്റ് മോഡൽ എക്സാംസും ഉണ്ടാവും. നീറ്റിന്റെ അതേ പാറ്റേണിലുള്ള മോഡൽ എക്സാംസ് ഉണ്ടാവും. ഈ മോഡൽ എക്സാംസും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മൾ നൽകാം. ഈ രീതിയിലേക്കുള്ള കംപ്ലീറ്റ് ഫെസിലിറ്റീസ് നിങ്ങൾക്ക് നമ്മൾ ഒരുക്കി തരാം. മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ, നമ്മൾ ഒരു വർഷമായിട്ട് മെനക്കെട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങൾ. അപ്പോ നിങ്ങളുടെ ഒരു വർഷത്തെ കഠിന പ്രയത്നം എന്ന് പറയുന്നത് വേസ്റ്റ് ആവാൻ പറ്റില്ല എന്ന് ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ എന്ന് ചിന്തിക്കുന്നവരാണ് ടാർഗറ്റുള്ള ഫാക്കൽറ്റീസ് ഉള്ളത്, ഡയറക്ടേഴ്സ് ഉള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫെസിലിറ്റീസ് നമ്മൾ ഒരുക്കി തരുന്നത്. ഇനി ബോയ്സിന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അങ്ങനെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നീറ്റിന്റെ റിവിഷൻ ക്ലാസ്സിന് പകരം അതിനുശേഷം നടക്കുന്ന റിവിഷൻ എക്സാംസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഫെസിലിറ്റീസ് നമ്മൾ ഒരുക്കി തരാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നീറ്റിന്റെ മോഡൽ എക്സാം ടാർഗറ്റ് കണ്ടക്ട് ചെയ്യുന്ന മോഡൽ എക്സാം സീരീസ് ഓഫ് മോഡൽ എക്സാംസ് ഉണ്ട്. ആ മോഡൽ എക്സാംസ് എഴുതാനുള്ള ഫെസിലിറ്റി നിങ്ങൾക്ക് നമ്മൾ ഒരുക്കി തരാം. ഇതിലൂടെ ഏറ്റവും മികച്ച രീതിയിലേക്ക് നിങ്ങൾ ഒരു വർഷമായിട്ട്, ഒരുപാട് വർഷങ്ങളായിട്ട് നിങ്ങൾ എന്താണ് ആഗ്രഹിച്ചിട്ടുള്ളത്, ഒരു വർഷമായിട്ട് നിങ്ങൾ എന്ത് നേടാനാണ് നിങ്ങൾ കഠിന പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുന്നത്, ആ സ്വപ്നത്തിലേക്ക് എത്താൻ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എത്രയാണ്, ഈ ഒരു ഫെസിലിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളെ നമ്മൾ സഹായിക്കാൻ ഞങ്ങൾ റെഡി ആയിട്ടുണ്ടാവും. ഒപ്പം നിങ്ങളുടെ ഈ ഒരു സഹായം ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കൂടെ ഉണ്ടായുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത്തരം ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ പരമാവധി ഷെയർ ചെയ്യുക. അവരും നമ്മളോടൊപ്പം തന്നെ ഏറ്റവും മികച്ച വിജയത്തിലേക്ക് എത്തട്ടെ.